അതെ, അനുമോളെ അനീഷാണ് ഈ പറഞ്ഞ പോലെ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് കിച്ചണിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ആദിലയും നൂറയുമായിട്ടുള്ള പ്രശ്നം, ആദിലയോടും നൂറയോടും ഇത്രയും ദിവസം വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരത്തെ കുറ്റം പറച്ചിലിന് ശേഷമാണ് അനുമോളെ ഈ പറഞ്ഞ പോലെ പ്രപ്പോസ് ചെയ്തത്, അല്ല സോറി, നോമിനേറ്റ് ചെയ്തത് ജയിൽ നോമിനേഷനിൽ. അത് കേൾക്കുമ്പോഴേ ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ കാര്യം പിടികിട്ടി. ഷാനവാസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷാനവാസ് ഇപ്പോഴും അക്ബറിന്റെ കുറ്റവും പറഞ്ഞു നടക്കുകയാണ്. അനുമോളയോട് പറയുന്നു അക്ബർ, പറയുന്നു ആദിലയോടും നൂറയോടും പറയുന്നു അക്ബറിനെ പറയുന്ന ചെളി കേട്ട് ചിരിക്കല്ലേ, അനുമോളെ ഇങ്ങനൊന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അനുമോള് പറയുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കയറിയെന്ന് പറഞ്ഞിട്ടൊരു പരാമർശം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആദില നൂറയാണ് ഇന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. ആദില നൂറെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം എനിക്ക് ഉമ്മ തന്നില്ല പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദില നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്, അടുക്കളയിലോട്ട് പോകാൻ നേരം ഞാൻ അവളോടൊരു ഉമ്മ ചോദിച്ചാൽ പോകാമെന്ന് പറഞ്ഞു. ആ ഉമ്മ എനിക്ക് തന്നില്ല, അതുകൊണ്ട് നൂറയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ നൂറയാണ് മിക്കവാറും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കിച്ചൺ ടീമിലെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സാബുമാനായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. എന്നിട്ട് സാബുമാനോട് ചോദിക്കാതെ അനുമോളെ മാറ്റി നെവിനെ ആക്കി. എന്നിട്ട് അനുമോളെ എടുത്ത് കിച്ചൺ ടീമിലിട്ടു. സാബുമാൻ പറയുന്നു കിച്ചൺ ടീമിലല്ലായിരുന്നു, ഫ്ലോർ ടീമിലായിരുന്നു ഇടേണ്ടത്. അപ്പം അനുമോള് ഈ പറഞ്ഞ പോലെ സാബുമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റം പറയുന്നു, നാരദനെ പോലെ കളിക്കുന്നു എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ തന്നെ നാരു എന്നാണ് ഇപ്പം വിളിക്കുന്നത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പറയുന്നു. എല്ലാവരുടെയും സാബുമാൻ വയലൻ്റ് ആവുന്നു, സാബുമാൻ ദേഷ്യപ്പെടുന്നു ഒക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് സാബുമാൻ ഇത്രയും ദേഷ്യപ്പെടുന്നതൊക്കെ കാണുന്നത്. ഈ പറഞ്ഞ അക്ബറാണ് നിന്നെക്കാട്ടി നല്ലതെന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിന് അത് ചൊടിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അപ്പം ആദില പറഞ്ഞതാണ് ഉമ്മ തന്നില്ല, ഞാൻ ഒരു ഉമ്മ പോലും ചോദിച്ചിട്ട് തരാത്തോളാണ്, അതുകൊണ്ട് അവളെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇത്രയും നാൾ ഇവരെ ഒരുമിച്ചൂടെ നിർത്തിയത് തന്നെ തെറ്റാണ്. ആരെങ്കിലും ഒരാളെ ആദ്യമേ എവിക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ഈ വോട്ടിൻ്റെ കാര്യമൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ആരിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അല്ലേ വോട്ട് എത്ര കിട്ടിയെന്നൊക്കെ പബ്ലിഷ് ചെയ്യണം, പൊതുജനങ്ങളെ അറിയിക്കാനെങ്കിൽ. ഇതൊന്നും ഇല്ലാതെ വോട്ടാണ്. എന്നിട്ട് ലാലേട്ടൻ വന്ന് പറയുന്നു, മെഴുകുന്നു, വോട്ട് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതൊക്കെ മെഴുകലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന ഇൻ്റർവ്യൂ, ലൈൻ കട്ട് എന്ന് പറയുന്ന ഇൻ്റർവ്യൂവിനകത്ത് ഇറങ്ങി വരുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ആര്യനുള്ള ഈ പറഞ്ഞ പോലെ ബഹുമതി എത്ര നല്ലൊരു മനുഷ്യരായിരുന്നു. കാരണം പുള്ളിക്ക് നിലത്ത് നിൽക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. ഓരോ ഇൻ്റർവ്യൂക്കാർ വന്ന് ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. നല്ല പ്രതികരണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ഇവരുടെ എന്തൊക്കെയോ കളികളാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഇതൊക്കെയാണ് ഇന്ന് സംഭവം. ആദിലയും നൂറയും പറഞ്ഞ പോലെ സാബുമാനും എവിക്ഷനിൽ, ജയിൽ നോമിനേഷനിൽ.